ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 4ഓളം വ്യത്യസ്തമായ കമ്പനീസിൻ്റെ ഒരു 30-40ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അത് പലതരത്തിലുള്ള വേക്കൻസികളുണ്ട്. ഓട്ടോമൊബൈൽസിലേക്കുള്ള വേക്കൻസി ഉണ്ട്, അക്കൗണ്ടൻ്റായിട്ട് വേക്കൻസി ഉണ്ട്, എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനിലേക്ക് എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്, ലോജിസ്റ്റിക്സിൻ്റെ വേക്കൻസീസ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള നേഴ്സസ്, അങ്ങനെ പലതരത്തിലുള്ള 10-40ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുൾ വീഡിയോ കണ്ടാൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെയാണ് വേക്കൻസീസ്, ഏത് മെയിൽ ഐ ഡീസ് ആണ് ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഒറ്റ കാര്യം കൂടി, ഏത് ജോബാണോ നിങ്ങൾ നോക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അൽ നബൂദ ഓട്ടോമൊബൈൽസിലേക്ക് റിപ്പയർ ടെക്നീഷ്യൻ, പിന്നെ ബോഡി ഷോപ്പ് ടെക്നീഷ്യൻ, സെയിൽസ് മാനേജർ, അങ്ങനെ ഓൾമോസ്റ്റ് 3ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. ഓട്ടോമൊബൈൽ കഴിഞ്ഞ് ഫ്രഷറായിട്ട് ഓട്ടോമൊബൈൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒരു പറ്റിയ അവസരമാണ്. HR@naboodat auto.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഞാൻ ആ മെയിൽ ഐ ഡിയും വേക്കൻസിയും കമ്പനിയുടെ ഡീറ്റെയിലും ഞാൻ ഈ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ ഫുൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനിലേക്ക് ഓൾമോസ്റ്റ് ഒരു 10-15ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്, 10-20ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. കൺസ്ട്രക്ഷൻ മാനേജർ, MEP കോർഡിനേറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, പിന്നെ കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ, പിന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട്, പിന്നെ ലാൻഡ് സർവേയർ ആയിട്ട്. എന്നോട് കുറേ പേര് ചോദിച്ചു സർവേയർ വേക്കൻസീസ് ഉണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പം ഈ സർവേയർ വേക്കൻസി അവൈലബിൾ ആണ്. പിന്നെ പ്രൊക്യൂർമെൻറ്റ് കൺട്രോളർ, കോസ്റ്റ് കൺട്രോളർ, പിന്നെ ഡോക്യുമെൻറ്റ് കൺട്രോളർ, പിന്നെ ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററായിട്ട് വേക്കൻസി ഉണ്ട്, ഫോർമാനായിട്ട് വേക്കൻസി ഉണ്ട്, സൂപ്പർവൈസറായിട്ട് വേക്കൻസി ഉണ്ട് ലോജിസ്റ്റിക്സിൽ തന്നെ. പിന്നെ ഫോർമാനായിട്ട് സിവിൽ, ഫിഷിങ്, ജനറൽ, മേസൺ, സ്റ്റീൽ ഫിക്സർ, അങ്ങനത്തെ ഫോർമാനിൽ തന്നെ 4-5ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ ലോജിസ്റ്റിക്സ് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞതുപോലെ കോർഡിനേറ്റർ, ഫോർമാൻ, സൂപ്പർവൈസർ, അസോസിയേറ്റ്സ്, അങ്ങനെ വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് ലാൻഡ് സർവേയർ ആയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചു ഈ അസിസ്റ്റൻറ്റ് ലാൻഡ് സർവേയർ ആയിട്ടും അതിൻ്റെ ലാൻഡ് സർവേയർ ആയിട്ടൊക്കെ വേക്കൻസി ഉണ്ടെന്നുള്ളത്. അസിസ്റ്റൻറ്റ് ലാൻഡ് സർവേയർ ആയിട്ടും അതുപോലെ ലാൻഡ് സർവേയർ ആയിട്ടും വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി career@UNEC, അതായത് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ്റെ UNEC.AE എന്ന് പറയുന്ന മെയിൽ ഐ ഡിയാണ്. ഒന്നുകൂടെ പറയാം, career@UNEC.AE എന്ന് പറയുന്ന മെയിൽ ഐ ഡി നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. മൂന്നാമത്തെ വരുന്ന കമ്പനിയാണ് റോക്ക് ആൻഡ് അപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് LLCയിലേക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 4000 ദിർഹംസ് മുതൽ 5000 വരെയാണ് അവർ സാലറി പറയണേ. അക്കൗണ്ടൻ്റായിട്ട് അക്കൗണ്ട്സ് ACT MGR@rockandUp.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. മെയിൽ ഐ ഡിയും വേക്കൻസി ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് കമ്പനിയുടെ നെയിം, വേക്കൻസി, പിന്നെ മെയിൽ അടിക്കേണ്ട മെയിൽ ഐ ഡീസ്, അല്ലെങ്കിൽ അതിൻ്റെ ഏതാണ് വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ്. പിന്നെ നാലാമതായിട്ട് വരുന്നതാണ് ബുർജി ഹോസ്പിറ്റലിലേക്ക് ഒരു 10ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. വ്യത്യസ്തമായ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസീസ് കുറേ വരുന്നുണ്ട്. രജിസ്റ്റേർഡ് നേഴ്സായിട്ട്, നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ട്, നേഴ്സിംഗ് ഹെഡ് നേഴ്സായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ അൾട്രാസൗണ്ട് ടെക്നീഷ്യനായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ GSC അതായത് ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ട്രാൻസ്മിഷനിസ്റ്റായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ വരുന്നുണ്ട് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് വേക്കൻസി വരുന്നുണ്ട്, ഗൈനക്കോളജി. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിയുടെ വേക്കൻസി വരുന്നുണ്ട്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10ഓളം വേക്കൻസീസ് ആണ് ബുർജി ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് career@burjiholdings.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അവരുടെ ഓൾമോസ്റ്റ് ഒരു 4-5ഓളം മെയിൽ ഐ ഡീസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡീസ് എല്ലാം ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ എപ്പോഴും നിങ്ങൾ ഐ ആം അപ്ലൈയിങ് ടു ദി പൊസിഷൻ ഓഫ്, ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ വെച്ചിരിക്കണം. ഐ ആം അപ്ലൈയിങ് ടു ദി പൊസിഷൻ ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ്, അല്ലെങ്കിൽ ഐ ആം അപ്ലൈയിങ് ടു ദി പൊസിഷൻ ഓഫ് ഫോർമാൻ, അല്ലെങ്കിൽ ഐ ആം അപ്ലൈയിങ് ടു ദി പൊസിഷൻ ഓഫ് റിപ്പയർ ടെക്നീഷ്യൻ, അങ്ങനെ തന്നെ സെപ്പറേറ്റ് മെയിലിൽ സബ്ജക്റ്റിൽ നിങ്ങൾ വെച്ചിരിക്കണം. പിന്നെ ഒരു ഡ്രാഫ്റ്റിൽ നിങ്ങളുടെ ചെറിയൊരു ബ്രീഫും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ്, സ്റ്റേ ട്യൂൺഡ്. പുതിയ വീഡിയോസ്, പുതിയ കമ്പനീസിൻ്റെ, വ്യത്യസ്തമായ കമ്പനീസിൻ്റെ, നിങ്ങൾ പറയുന്ന കമ്പനീസിൻ്റെ വേക്കൻസീസ്, നിങ്ങൾ പറയുന്ന ജോലിയുടെ വേക്കൻസീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ. സൈനിങ് ഓഫ്. ഈഗ്ലസ് ജോബ്സ്.